ദൈവത്തിന്റെ മഹത്വം. ഒരു സംഭവം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. അതായത് ഒരു കുടുംബം, പിതാവ് നഷ്ടപ്പെട്ട ഒരു കുടുംബം, മാതാവും തൻ്റെ മകനും ആ മകന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വായിക്കുവാനായിട്ട് അയച്ചത്. ആ കുടുംബത്തില് കുടുംബനാഥൻ മരിച്ചതോടുകൂടി അവരുടെ ജീവിതത്തില് അവരൊത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഏകമകൻ, അവന്റെ പേര് സണ്ണി എന്നാണ്, സണ്ണിക്കുട്ടി എന്നാണ്. ആ മകനെ സംബന്ധിച്ചിടത്തോളം കടഭാരം വന്ന് കയറിയപ്പോൾ അവന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാതെ വണ്ണം അവൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അവരുടെ കിണറ്റിലെ കയറെടുത്തു. അവരുടെ വീടിന്റെ പുറകിലുള്ള ഒരു പ്ലാവിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുവാനായി ആ കയറഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഏകമകൻ കാണുവാനായിട്ട് ഇടയായിച്ചു. അവൻ ആ കയറുമായി പോയി ഒരു പ്ലാവിൽ കയറി. ആ സന്ദർഭത്തിൽ ആളുകളെല്ലാം ഓടിക്കൂടി ആ കുഞ്ഞെല്ലാവരെയും അറിയിച്ചു. അവന്റെ അമ്മ എലിച്ചെടുത്തി എന്നാണ് ആ പഴയ കാലത്ത് അമ്മയുടെ പേര്. അമ്മ ഓടിയെടുത്തു വന്നു. മോനെ, നീ ഒരിക്കലും നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തരുത്, നീ ഇറങ്ങി വാ, നിന്റെ പ്രിയപ്പെട്ടവളെ നീ ഓർക്ക്, നിന്റെ കുഞ്ഞിനെ ഓർക്ക് എന്ന് വിളിച്ചു പറയുവാനിടയായി. നാട്ടുകാരും അങ്ങനെ തന്നെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഉടനെ മാമൻ പറയുകയാണ്, എനിക്ക് മരിക്കണം. ഉടനെ അമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നീ പണ്ടേ മരിച്ചതല്ലേ, ഇനി എന്താ നീ മരിക്കാനാ? ഉടനെ അവനിങ്ങനെ ചിന്തിക്കുവാനിടയായി, ഞാനെങ്ങനെ പണ്ടേ മരിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ മരത്തിൽ എനിക്ക് കയറുവാനായിട്ട് കഴിയുമോ? ഉടനെ അമ്മച്ചി അവനോട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ, യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് നീ മരിച്ചവനാ. അതുകൊണ്ട് നീ ഇറങ്ങി വന്ന് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് നീ ഒരു നല്ല ദൈവവൈതലായി ജീവിക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി ഓടിയങ്ങ് പോയി. അവന് കയറൊക്കെ കെട്ടിയതാ മരിക്കാന്. പക്ഷെ അവന്റെ ഹൃദയത്തെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം അവന് ക്രിയ ചെയ്യുവാനായിട്ട് ഇടയായിച്ചു. ഈ അമ്മച്ചി പറഞ്ഞത് ശരിയായിരിക്കാം, ഞാന് മരിച്ചവനാ, എന്നാൽ മരിച്ചവനെ ജീവിക്കുന്നത് ക്രിസ്തു ഉള്ളപ്പോഴാണ് അവന് ജീവനുള്ളത് എന്നെന്റെ അമ്മ പറഞ്ഞിട്ട് പോയല്ലോ. അപ്പൊ എന്റെ മരണം പോലും, ഞാൻ മരിക്കുന്നത് പോലും കാണാൻ ഇഷ്ടമില്ലാതെ അമ്മ പോയല്ലോ. അപ്പൊ ഞാൻ മരിച്ചവനാ. അതുകൊണ്ട് ആമേൻ, എന്റെ ജീവിതത്തെ ഞാൻ അവസാനിപ്പിക്കുന്നില്ല, എന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തേക്ക് ആളുകളെല്ലാം പോയി. അവൻ ഇറങ്ങി വന്നു. അവൻ ശാന്തനായ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ ദൈവവചനം വായിച്ച് ഒരു ദൈവവൈതലായി തീരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്നാണെന്നറിയാമോ? ആമേൻ, അനേകരിന്ന് ആമേൻ നല്ല കണ്ണുകളും കാലുകളും കൈകളും നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കുകയാ, എന്നാൽ മരിച്ചവനെ പോലെ ജീവിക്കുക. ആത്മ പറഞ്ഞത് നമ്മൾ ഓർക്കണം, യേശു നിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നീ മരിച്ചവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, ആമേൻ, നീ മനസ്സാന്തരപ്പെടുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. എന്റെ ജീവിതത്തിലും മരിക്കുവാൻ ആഗ്രഹിച്ച ഒരു നിമിഷം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? വീട്ടിൽ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുക. അപ്പോ ഞങ്ങളുടെ മകന് ശാരീരികമായ അസ്വസ്ഥതയാൽ കഴിയുകയാണ്. എന്റെ ഹൃദയത്തിൽ ഒരു പിതാവെന്നതിൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ,
എനിക്ക് പകരമായി എന്റെ മകന് ജീവൻ കൊടുക്കണമേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വചനം എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. സങ്കീർത്തനം 116:15 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ഉള്ളിൽ ദൈവാത്മാവ് ബോധം തന്നു. ഞാൻ അങ്ങനെ മരിക്കണമെന്ന് പറയുവാൻ ഞാൻ വിധിക്കപ്പെട്ടവനല്ല. ദൈവം എന്റെ ആയുസ് എത്രയെന്നത് എണ്ണിയിരിക്കുന്നു. ആ ആയുസിന്റെ അവസാനമേ എനിക്ക് മരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നെനിക്ക് ബോധ്യപ്പെടുകയും ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി, തന്റെ ഭക്തന്മാരുടെ മരണം ആദ്യകാലത്തായി സംഭവം നടന്നത് യഹോവയ്ക്ക് വിലയേറിയതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ. നിന്റെ മരണം ദൈവത്തിന് വിലയേറിയതാ. പക്ഷേ നിന്റെ ഹൃദയം ദൈവത്തിനായി നീ കൊടുക്കണം. ക്രിസ്തുവിനെ നിനക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ ബലിയർപ്പിച്ച ദൈവത്തിനായി നിന്റെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ നീ ഒരു ഭക്തനായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ മരണം വിലയേറിയതായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ച വേദഭാഗത്തേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നമ്മുടെ ഭവനത്തെ ഞാനും നിങ്ങളും ദൈവമക്കളായി തീരുമ്പോൾ എന്ത് ചെയ്യുക? കുഞ്ഞാണ്ട് രക്തം കൊണ്ട് മുദ്രയിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ 30-ാം വയസ്സിൽ ആരംഭിക്കുന്നത്. ഇവിടെ കാണുന്ന അതാണ് 30-ാം വയസ്സിൽ ആരംഭിക്കുന്നത്. അപ്പൊ ഞാൻ ഓർപ്പിച്ചത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആ 30 ദിവസം ഇവിടെ പഴയ നിയമവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ആ 30 ദിവസം, ആ 30 വർഷക്കാലം ആരാരും അറിയാതെ താൻ ജീവിച്ച കാലഘട്ടത്തെ കാണിക്കുകയാണ്. 3.5 ദിവസമാണ് കർത്താവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ആ 3.5 ദിവസത്തെ ദൈവത്തിന്റെ സ്തോത്രം നമ്മളിവിടെ ഓർക്കണം. ആ 3.5 വർഷത്തെ ആ കാലഘട്ടം ഇവിടെ ഓർപ്പിക്കുന്നത് ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് 4 ദിവസം കഴിയുമ്പോൾ അറുക്കേണ്ട ദിവസത്തെയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വേദപുസ്തകത്തില് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥ എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു അറുക്കപ്പെടുന്നതിനെ കാണിക്കുന്നത്. അത് മാത്രമല്ല, 1 വയസ്സൂനമുള്ള ഒരു കുഞ്ഞിനെ, അത് കർത്താവിന്റെ ആ 33 തിരുവയസ്സിനെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ക്രിസ്തുവിന്റെ പരശുശ്രൂഷയുടെ ആരംഭത്തെ 30-ാമത്തെ വർഷത്തിൽ ആരംഭിക്കുന്നതിനെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രസവ കുഞ്ഞാട് അറുക്കപ്പെടണമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവാണ് ആ പ്രസവ കുഞ്ഞാട്. 1 കൊരിന്ത്യർ 5:7 പറഞ്ഞിരിക്കുന്നു, അറുക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, അറുക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞാട് ആ ക്രിസ്തു തന്നെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തില് ദൈവം തുറന്ന ചില വാതിലുകളുണ്ട്. അത് വേഗത്തിൽ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകത്തിലെ 1-ാമത്തെ വാതിൽ നമ്മൾ കാണുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു. അപ്പോൾ മന്ദിരത്തിലെ തിരിച്ചിലെ മേൽത്തൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്രപ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. കർത്താവ് തന്റെ പ്രാണനെ വിടുന്ന സന്ദർഭത്തിൽ യേശുവിന്റെ മരണവേളയിൽ ദേവാലയത്തിലെ 2 സ്ഥലങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും. അത് തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് നെയ്തെടുത്ത ഒരു തിരിശീലയാല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ തിരിശീല എങ്ങനെയാ കീറിപ്പോയെന്നറിയാമോ? അദൃശ്യമായ കരങ്ങളാൽ മുകൾ തൊട്ട് അടിയോളം ചീന്തപ്പെട്ടു. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. അത് മുകൾ തൊട്ട്. ഈ യഹൂദന്മാര് യേശുവിനെ സ്നേഹിക്കാത്തവർക്ക് പറയുവാനൊരു കാരണമുണ്ട്. താഴെ നിന്നാ കയറിയിരുന്നെങ്കിൽ മറ്റ് മനുഷ്യർ കയറി എന്ന് പറയുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അത് മുകൾ തൊട്ട് അടിയോളം ചിന്തപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തിരിശീലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഹാപുരോഹിതന്മാർ
ഒഴികെ ആർക്കും അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ആമേൻ വേർതിരിച്ചിരിക്കുന്നത് തിരുശീലയായിരുന്നു. അത് പഴയ നിയമത്തില് മഹാപുരോഹിതന്മാർക്ക് മാത്രം ആണ്ടിലൊരിക്കൽ കടന്നു ചെല്ലുവാൻ കഴിയുന്ന മനുഷ്യന്റെ പാപത്തിന് വേണ്ടി രക്തവുമായി കടന്നു ചെല്ലുവാൻ കഴിയുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തെ വേർതിരിച്ചിരിക്കുന്ന ആ തിരുശീല മേൽതൊട്ടടിയോളം ചിന്തപ്പെട്ടു. സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അങ്ങനെയാണെങ്കിൽ എബ്രായലേഖനം 10-ാം അധ്യായം 19-20 വാക്യങ്ങളില് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആമേൻ. ആ തിരുശീല എന്റെ കർത്താവിന്റെ ശരീരത്തെ കാണിക്കുകയാണ്. എപ്പോഴായി തിരുശീല നീന്തപ്പെട്ടത്? കാൽവരിയിൽ അവൻ തകർക്കപ്പെട്ടപ്പോൾ അവന്റെ ശരീരം തിരുശീലയായി ചിന്തപ്പെടുന്നുവെന്ന് ആമേൻ നീളായി ഈ സംഭവത്തെ കാണിച്ചിരിക്കുകയാണ്. എബ്രായലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ് തിരുശീല കർത്താവിന്റെ ശരീരത്തെ കാണിക്കുന്നു. രണ്ടാമതായിട്ടൊന്ന് വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ ദേഹമെന്ന തിരുശീലയിൽ കൂടി യേശു ദേഹമെന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ദേഹമെന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് കണ്ടോ? വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യം ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുകയാ. അപ്പൊ ഇവിടെ പറയുന്നത് ആ ചീന്തൽ കർത്താവിന്റെ ശരീരം അവന്റെ മരണത്തെ ആമേനോടെ കുറിക്കുന്നതാണ്. അതേ തിരുശീല കർത്താവിന്റെ ശരീരത്തെ കുറിക്കുന്നതാണ്. രണ്ടാമത് ചീന്തൽ കർത്താവിന്റെ ശരീരം. ആമേൻ ആമേൻ ആമേൻ. നമുക്കറിയാം ആ ശരീരത്തിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അവനേറ്റ വേദനയെ കാണിക്കുകയാണ്. മൂന്നാമത് നമ്മൾ കണ്ടത്, വായിച്ച ഭാഗത്തിൽ നമ്മൾ കണ്ടത്, മരണം മൂലം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടുള്ള ജീവനുള്ള പുതുവഴിയിലൂടെ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകുന്നതിന് കഴിയുകയാണ്. അപ്പൊ അത് നോക്കി, അതിനുശേഷം ആർക്കും ഏത് സമയത്തും നോക്കി, ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും അവനൊരു പാപിയാണെന്ന് ബോധ്യം വന്നാൽ ഏതൊരു സമയത്തും പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു കൃപാസനം തുറക്കപ്പെട്ടിരിക്കുക. നോക്കിയോടെ, നമ്മുടെ ജീവിതത്തില് ഒരു കൃപാസനം ഏത് സമയവും കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. പഴയ വിശ്വാസികൾക്ക് അതൊരിക്കലും സാധ്യമല്ലാതിരിക്കുമ്പോൾ പുതിയ വിശ്വാസികളായ നമുക്ക് ഞാനൊരു പാപിയാണെന്ന് ബോധ്യപ്പെട്ട് അനുതാപത്തോടെ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനം നമുക്കായി തുറന്നിരിക്കും. നമുക്കറിയാം, പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുമ്പോൾ യേശുവിന്റെ തിരുശീല, യേശുവിന്റെ ശരീരം എന്ന തിരുശീല ചിന്തി നമുക്ക് വേണ്ടി 365 ദിവസവും അവൻ കൃപാസനം തുറന്ന് വെച്ചിരിക്കുക. എബ്രായർ 4:16 വരുമ്പോൾ ഈ പ്രവേശനം പുറജാതികൾക്കും അവകാശമായി അനുവദിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ഇതിപ്പുറം എന്താ വേണ്ടത്? ഇതിപ്പുറം എന്താ വേണ്ടത്? നീ ഒരു പക്ഷെ ജയിലിലായിരിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ നീ ജയിലിലായിരിക്കാം. നീ ചെയ്ത കുറ്റത്തിന് നീ ശിക്ഷ അനുഭവിച്ചവനായിരിക്കാം. എന്നാൽ നീ ഒരു ദേവാലയം നോക്കി പോകേണ്ട കാര്യമില്ല. നിനക്കായി ഇതാ വിശുദ്ധ സ്ഥലം തുറന്നു വെച്ചിരിക്കുകയാ. നീ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി നാട്ടിയ ഒരു കുരിശുണ്ട്. ആ കുരിശില് മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന യേശുവിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നീ ഒന്ന് നോക്കിയിട്ട്, ഞാനൊരു പാപിയാണെന്ന് നീ ഉറക്കെ ഒന്ന് കരഞ്ഞാൽ, നീ നിലവിളിച്ചാൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ
പ്രവേശനം സർവ്വജനത്തിനും വേണ്ടി ദൈവം ഈ കൃപാസനം തുറന്നിട്ടിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കരുണ വേണ്ടേ? അത് നമുക്ക് ലഭിക്കേണ്ടേ? അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ദൈവത്തിനുള്ള കരുണ പ്രാപിപ്പാനായി നമ്മൾ തത്സമയത്ത് സഹായത്തിനുള്ള അപേക്ഷയുമായി കൃപ പ്രാപിപ്പാനായി ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഒന്നാമതായി തുറക്കപ്പെട്ട വാതില് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിലാണ്. അത് തുറക്കപ്പെട്ടത് കൊണ്ട് വെളിപ്പാട് പുസ്തകത്തില് അന്ത്യകാലത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയരേ, ഇനി അധികം കാലങ്ങളില്ല. ആമേൻ. എന്റെ കർത്താവ് വരാറായി. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്ത് മുഴങ്ങുമ്പോൾ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നിന്റെ കർത്താവിനെ എതിർക്കുവാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് കരുണ പ്രാപിപ്പാൻ ഏത് സമയം വ്യത്യാസമില്ല. ഏത് സമയവും, രാത്രിയെന്നോ പകലെന്നോ ഇല്ല. നിനക്കെപ്പോ അനുതാപം ഉണ്ടാകുന്നു, എപ്പം മനസ്സാന്തരം ഉണ്ടാകുന്നു, നീ അവിടെ മുട്ടുകുത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ഈ പാപിയായ എന്നെയും നീ ഒന്ന് കരുതണമേ, എന്നെ ഒന്ന് സ്നേഹിക്കണമേ. ആ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളത്തിൽ വന്ന്, ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുന്ന അനുഭവം ആ നിമിഷം മുതൽ ഒരു പ്രത്യേക സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ധൈര്യത്തോടെ ഏത് സമയം ഏത് പ്രശ്നങ്ങളുമാണെങ്കിലും കൂട്ടായ്മയിലൊന്നും കടന്നു പോകണമെന്നില്ല, പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും എഴുതി കൊടുക്കണമെന്നുമില്ല. നീ ദൈവസന്നിധിയിൽ നിന്റെ തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ നീ നിലവിളിച്ചാൽ, നിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ, ആ ഭാരത്തിന്റെ മേൽ ആ നിമിഷം തന്നെ പ്രവർത്തിക്കുന്നതേ ഉണ്ട്. ചിലത് താമസിച്ചാലും എന്റെ കർത്താവ് അവന്റെ പ്രവൃത്തി നിവർത്തിക്കുവാൻ താമസിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഇങ്ങനെ ഒരു പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, കൃപ കൃപയൊന്നൻ ആശ്രയമായി. ഹല്ലേലൂയ. വിശ്വാസികൾക്ക് നൽകും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അവന് രോഗമുണ്ട്, നമുക്കും രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ കൃപ കൊണ്ട് ഇന്ന് പകൽ നമുക്കിവിടെ ആയിരിക്കാൻ ഇടയായത്, നമ്മുടെ ജോലി സ്ഥലത്ത് നീ ആയിരിക്കുന്ന ഇടങ്ങളില് നിനക്ക് ആയിരിക്കാൻ ഇടയായത് ആ ഈശ്വരന്റെ കൃപ കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്. ആ കൃപ നിന്നിൽ നിന്ന് ചോർന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ പോലെ നീ നിരാശനായി നിന്റെ ജീവിതത്തെ പൈശാചികൻ തകർത്തു കളയുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏത് സമയവും കടന്നു ചെല്ലുവാനുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിലുകള്, സ്വർഗത്തിലേക്കുള്ള വാതില് നമുക്കായി ദൈവം തുറന്നു വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ആ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായി പകരേണ്ടതിന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഒരു വാതില് തുറന്നു വെച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ കാണുകയാണ്, പർദീസയിലേക്കുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പർദീസയിലേക്കുള്ള വാതിൽ. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 43.
ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോഴ് ആ രണ്ട് കള്ളന്മാരെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചെന്ന് പോകാം. യേശുവിന്റെ, അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കാൻ പറഞ്ഞത്. ഇവരൊക്കെ ആമേൻ ഇപ്പോൾ അവിടെയില്ല. എന്നാൽ ലോകത്തിന്റെ മധ്യേ നാട്ടപ്പെട്ട യേശു കർത്താവ് ഏതൊരു കോണിൽ നിന്നും നോക്കി നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് കാണിക്കേണ്ടതിന് ലോകത്തിന്റെ മധ്യേ ഗ്രീനിച്ച് രേഖയിൽ അവന്റെ ക്രൂശ് നാട്ടപ്പെട്ടത്. എന്നാൽ രണ്ട് കവർച്ചക്കാർ, ആമേൻ പാപം ചെയ്ത രണ്ട് മനുഷ്യര് അവന്റെ അപ്പുറവും ഇപ്പുറവുമായി ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ഒരു പാപവും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു കുറവും ചെയ്യാത്ത യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. പല ആളുകളും പറയും യേശു എന്താണ് ക്രൂശിക്കപ്പെട്ടത്? അവന് ശക്തിയില്ലായിരുന്നു, അവൻ ദൈവമായിരുന്നെങ്കിൽ ക്രൂശിൽ ഇറങ്ങി വരത്തില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വലത്തുഭാഗത്തെ കള്ളനും ചോദിച്ചു. അവനോട് ചോദിച്ചു, യേശുവേ നീ മിശിഹയാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ചിട്ട് നീ ഇടത്തും വലത്തും കിടക്കുന്ന ഈ രണ്ട് കള്ളന്മാരായ ഞങ്ങളെ കൂടെ നീ ഒന്ന് രക്ഷിക്കുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അവന് പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. അവൻ പറഞ്ഞത് അവൻ അവിടുന്ന് ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ടാല് പിന്നെയും പോയി മോക്ഷിക്കണം, പിന്നെയും പോയി കവർ ചെയ്യണം, അതിനു വേണ്ടിയാണ് അവൻ പറഞ്ഞത്. എന്നാൽ വലത്ത് ഭാഗത്തുള്ള കള്ളൻ അവനോട് പറയുക, എടാ നമ്മള് ഈ ക്രൂശില് മരണമേൽക്കുന്നത് നമ്മൾ ചെയ്ത പാപം കൊണ്ടാ, എന്നാൽ ഇവനൊരു പാപവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ പറയുവാനിടയായി തീർന്നു. എന്നിട്ട് അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി വലത്ത് ഭാഗത്തെ കള്ളൻ നോക്കിട്ട് പറഞ്ഞു, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? അതാണ് രണ്ടാമത്തെ വാതിൽ. എന്താണെന്നറിയാമോ? പരദീസയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരദീസയുടെ വാതില് ആമേൻ തുറക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 3:20-24 പരദീസയുടെ വാതിൽ അടയ്ക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. ഏദൻ പരദീസ സ്വർഗീയ പരദീസയുടെ നിഴലായിരുന്നു. നമ്മൾ മറക്കരുത്. ആദാമും ഹവ്വയും ഏദൻ പർദീസയിലാക്കിയിരുന്നു. അവർ സന്തോഷവാന്മാരായിരുന്നു. അവർ ദൈവത്തോടുകൂടെ ആയിരുന്നു. രാത്രിയിൽ ദൈവത്തോടുകൂടെ അവർ സന്തോഷിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഏദൻ പർദീസയിൽ നടന്ന ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പൊളിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണവനായ പൈശാചികന് അവിടെ പാമ്പിന്റെ രൂപത്തിൽ കടന്നു ചെല്ലുകയാണ്. ആമേൻ അന്നുവരെയും പാമ്പുകൾ പറന്നുകൊണ്ടിരിക്കുന്ന ആമേൻ ജീവികളായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് അവർ ഉരസുകൊണ്ട് ആമേൻ ഗമിക്കുന്ന. പക്ഷെ അതേ അവർക്ക് ശാപം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഭൂമിയിലൂടെ അവർ ഉഴന്ന് നടന്ന് അത് ഉരസുകൊണ്ട് അത് വലിഞ്ഞു നടന്ന് മണ്ണ് തിന്ന് ജീവിക്കുന്നത്. അത് ദൈവത്തിന്റെ ശാപം അന്ന് ആ പാമ്പിന്മേലാകുവാനായിട്ടിടയായി തീർന്നു. എന്ത് ചെയ്തു? അവരെ തെറ്റിച്ചു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ആദ്യം മനുഷ്യനെ വിളിക്കുന്നത് ഏദൻ പർദീസയില. ദൈവം വിളിച്ചു. ആദ്യ മനുഷ്യനായിരുന്ന ആദമിനെ വിളിച്ചു. ആദമേ നീ എവിടെ? ആദമിന് ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ കഴിയില്ല. എന്നാ പാപം ചെയ്തു പോയി. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് മറഞ്ഞിരിക്കുന്നു? അവൻ പറഞ്ഞു, ഞങ്ങൾ നഗ്നരാകൊണ്ട് മറഞ്ഞിരിക്കുന്നു. പാപം ചെയ്താൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ സണ്ണി അവൻ ജീവിച്ചിരിക്കുന്നവനായിരുന്നുവെങ്കിലും ആമേൻ അവന് മരിച്ചവനായിരുന്നു. അവൻ പാപം ചെയ്തു കഴിയുമ്പോൾ മനുഷ്യൻ മരിച്ചവനായി തീരുകയാ. എന്നാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ അവന് ദൈവമുള്ളവനായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുകയാണ്, നിന്നോട് നീ പാപം ചെയ്തെന്ന് എങ്ങനെയാണ് നിനക്ക് ബോധ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ആദാം പറയുന്നുണ്ട്, നീ എനിക്ക് കൂട്ടായി തന്ന ആ സഹോദരി ഉണ്ടല്ലോ, ഹവ്വ ഉണ്ടല്ലോ, അവള് പഴം പറിച്ചു തന്നു ഞാനും അത് തിന്നു. ഞങ്ങൾ അങ്ങനെ പാമ്പിന്റെ പ്രലോഭനത്തിൽ വഴങ്ങി നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും, അതുകൊണ്ടാണ് ദൈവം ആ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിലക്കുവാനായിട്ട്, ഞങ്ങളെ മോഹിപ്പിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ ആ മോഹത്തിൽ വീണു, ആ പാപത്തിൽ വീണു. ഞങ്ങൾ നഗ്നരായി തീർന്നു എന്ന്
അവിടെ നമ്മൾ കാണുകയാണ്. ആ ഭാഗമൊന്നും ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, അന്ന് ഏദൻ പർദീസ സ്വർഗീയ പർദീസയുടെ നിഴലായിരുന്നു. അതിനുശേഷം പറയുന്നു, ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട്, വാതിക്കൽ ജ്വലിക്കുന്ന വാളന്തിയ കെരൂബുകൾ വീണ്ടും അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. വാതിക്കൽ ജ്വലിക്കുന്ന വാളന്തിയ കെരൂബുകള് കാവലാക്കി ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓർക്കണം, ഇനിയും ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ, പർദീസയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. സ്ത്രീയോട് പറയുന്നുണ്ട്, പാമ്പിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തലയെ തകർക്കും. ആ സ്ത്രീ വിശുദ്ധ കന്യമറിയാമായിരുന്നു. ആമേൻ. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് പൂജാതനായി തീരുന്ന സംഭവത്തെയാണ് അവിടെ ഓർപ്പിക്കുന്നത്. ആമേൻ. അപ്പൊ ഏദൻ പർദീസയിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതായ സ്വർഗ സൗഭാഗ്യം വീണ്ടെടുക്കേണ്ടതിന് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയിൽ നമ്മുടെ യേശുനാഥൻ അരുമനാഥൻ ആമേൻ വിശുദ്ധ കന്യമറിയാമിന്റെ ഉദരത്തിൽ ജനനം കൊണ്ടു. ആമേൻ. മനുഷ്യനെ അറിഞ്ഞിട്ടില്ലാത്ത വിശുദ്ധ കന്യമറിയാം പരിശുദ്ധരുമായാലാണ് ആമേൻ ജന്മം കൊള്ളുന്നതെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യശയ്യാപുരാണത്തിൽ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ. ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ അവരതൊന്നും വിശ്വസിക്കത്തില്ല. എന്നാൽ വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ. 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യരോടുകൂടെ നടന്ന് ദൈവത്തിൽ നിന്ന് കേട്ടത് പറഞ്ഞ് മനുഷ്യ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനായിരുന്നവൻ, ദൈവത്തോടുകൂടെ ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടവൻ, സ്വർഗത്തിന്റെ പ്രമോദമായിരുന്നവൻ, നമ്മുടെ പാപം ചെയ്ത മനുഷ്യരെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പുത്രൻ തന്നെ അത് ചെയ്തത് കൊണ്ട് ഇവിടെ പറയുക, പുത്രനോട് വലത്തുഭാഗത്തെ കള്ളൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കർത്താവ് നിശ്ചയനായി അവന് മറുപടി കൊടുത്തു, നീ എന്നോട് കൂടെ പർദീസയിലിരിക്കൂ. നമുക്കറിയാം, പണ്ട് ദുഃഖ ശനിയാഴ്ച ഉണ്ടായിരുന്നു. ആ ശനിയാഴ്ച ദിവസത്തിലെ പ്രഭാതത്തില് നമ്മൾ വായിക്കുന്ന എവൻഗേലിയോൻ, കള്ളനോടുകൂടെ ആമേൻ മരിച്ചുപോയ വിശുദ്ധന്മാരോടുകൂടെ യേശു കർത്താവ് പർദീസയിൽ പ്രവേശിച്ചതിനെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന നടത്തിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ കള്ളനോടുകൂടെ നീ പർദീസയിൽ ആമേൻ വലത്തു ഭാഗത്തെ കള്ളൻ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ആമേൻ. രണ്ടാമതായി നമുക്ക് തുറക്കപ്പെട്ടത് സ്വർഗീയ പർദീസയായിരുന്നു. ആമേൻ. ഒന്നാമതായി അതിവിശുദ്ധ സ്ഥലം, കൃപാസനം ഇട്ടുകൊണ്ട് ലോകത്തിന്റെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്ത് യേശുരിക്കുക. ആരെങ്കിലും എന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങുവാനായിട്ടുണ്ടോ? എന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആരെങ്കിലും എന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കി അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തം, നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായിട്ട് അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഒരു നല്ല അഡ്വക്കേറ്റായി ഓരോരുത്തർക്കും വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്വർഗീയ പർദീസയിലേക്കുള്ള വാതില് രണ്ടാമതായി തുറന്നുവെന്ന് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, കർത്താവിന്റെ ആമേൻ മരണം, കർത്താവ് ആമേൻ കാൽവരി ക്രൂശിൽ മരിക്കുന്നുണ്ട്. എന്നാൽ മരിച്ചവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് തന്നെ ആമേൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആമേൻ യോന ആമേൻ ഭൂമിയുടെ വയറ്റിൽ നോഹ ആമേൻ ഭൂമിയുടെ ഉള്ളിലിരുന്നത് പോലെ 3 നാൾ അല്ലെ മനുഷ്യപുത്രന്റെ അതേ യോന മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നത് പോലെ 3 നാൾ ആമേൻ ആര് മനുഷ്യപുത്രൻ കല്ലറയ്ക്കുള്ളിലായിരിക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായി കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു പുസ്തകം ഇതുപോലെയില്ല. എല്ലാ കാര്യങ്ങളും ഇണയുള്ളതാണ്, ചേർത്ത് എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ഓർപ്പിച്ചു, ആമേൻ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ പഴയ നിയമ വിശ്വാസികൾക്ക് തുറക്കാതിരുന്നപ്പോൾ, ആണ്ടിൽ ഒരിക്കൽ മാത്രം തുറന്നിരുന്നപ്പോൾ, ഇന്ന് 365 ദിവസവും അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിലുകൾ ദൈവം തുറന്നു വെച്ചിരിക്കുകയാ. രണ്ടാമതായിട്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സ്വർഗീയ പർദീസയിലേക്കാണ് അവന്റെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുന്നത്. സെഫാനോസിനോട് ചോദിച്ചാൽ സെഫാനോസ് പറയുന്നത് ഇതാണ്, ഞാൻ മരിക്കുകയാണ്, കല്ലേറ് കൊണ്ട് മരിക്കുകയാണ്, എന്നാൽ എന്റെ പ്രാണനെ സ്വീകരിപ്പാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് താൻ കാണുന്നുവെന്ന്
ആമേൻ അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ, സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, സ്വർഗം കണ്ട ഒരു വ്യക്തിയുണ്ട്. അത് സ്തെഫാനോസ് ആയിരുന്നു. അവൻ എങ്ങനെയാ കണ്ടത്? അവന്റെ മനുഷ്യ ശരീരത്തിലല്ല അവൻ കണ്ടത്. അവൻ ദൈവാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, ഉറ്റുനോക്കുമ്പോൾ അവൻ കാണുകയാണ് സ്വർഗം തുറന്നിരിക്കുന്നതും എന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ഞാൻ 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ശരീരം കൂടാതെയോ ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ആത്മാവിൽ അവൻ സ്വർഗത്തിൽ ചെല്ലുകയും എന്നിട്ട് സ്വർഗത്തിലെ സ്വർഗീയ ഭാഷകളെ ശ്രവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സ്വർഗം കണ്ട ആളുകൾ സാക്ഷിച്ചിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല? ഇന്നും നമ്മൾ ലോകത്തിന്റെ സന്തോഷത്തിലും മോഹത്തിലും നമ്മൾ ജീവിച്ച നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ എന്തിനു നഷ്ടപ്പെടുത്തുന്നു? ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാവുള്ളവരാ. ആത്മാവുള്ളവൻ ദൈവത്തെ തിരിച്ചറിയും. ആമേൻ. നമ്മുടെ മനുഷ്യാത്മാവിലൂടെ ആ തിരിച്ചറിവ് നമ്മൾ സാധിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ ആമേൻ വരവിനായി ഒരുങ്ങുകയും സ്വർഗീയ പർദീസയിലേക്ക് എപ്പോൾ മരണപ്പെട്ടാലും സ്വർഗീയ പർദീസയിൽ ഞാൻ എത്തപ്പെടുമെന്നുള്ള പ്രത്യാശ ഒരു വിശ്വാസിക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പാടിയത്, ലോകേ ഞാനേരോട്ടം തികച്ചു സ്വർഗ്ഗേ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. വായിച്ചാൽ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് കണ്ടോ, നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഭാരവും പാപവും വിട്ട് കണ്ടോ, അവിടെ ഓർമ്മിക്കുകയാണ് സകല ഭാരവും. എന്തിനാ ഈ ഭാരപ്പെടുന്നത്? നമുക്ക് ഭാരമുണ്ടോ? ഭാരപ്പെടേണ്ട. കർത്താവ് പറയുക, ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് പോലെ വേദപുസ്തകത്തിൽ അനേക തവണ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ദൈവവേദനാണ്, ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ സകല ഭാരവും അല്ലേ നമുക്കറിയാം നിൽക്കുക. ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ വിടേണ്ടത് സകല ഭാരവുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും? ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അവനെ കുറിച്ച് എൻ്റെ അമ്മയ്ക്ക് ആ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അതുകൊണ്ടൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, നമ്മുടെ ശരീരത്തിന് സഹിക്കാവുന്ന ഭാരമേ നമുക്ക് ദൈവം തരികയുള്ളൂ. സ്തോത്രം, സ്തോത്രം അല്ലേ? അവയെ ഒരു പാലം ബലഹീനമാകുമ്പോൾ ആ പാലത്തിന്റെ മുൻപിൽ ഇങ്ങനെ എഴുതി വെക്കും, അവയെ 1000 ടണ്ണ് കടന്നു പോകുന്ന ഒരു പാലമാണെങ്കിൽ അവയെ 500 ടണ്ണിൽ കൂടെ ആ കടന്നു പോകുന്ന വാഹനം കടത്തിവിടുകയില്ല. അത് നമ്മൾ മറക്കരുത് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറം തരുന്നൊരു ദൈവമല്ല ഈ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവത്തിനെ ദൈവം വിടുവിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വിശ്വാസി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്, നിന്റെ സകല ചിന്താവരും എന്റെ മേലിട്ട്
എന്നിട്ട് അടുത്ത വാക്യം എന്താ? ഞാൻ എന്നെ അത്ര മനോഹരമായ ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ. ഇതങ്ങ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഹൃദയസ്ഥമാക്കണം. ഹൃദയത്തിന്റെ ഹൃദയങ്ങളിൽ ഈ വചനം അങ്ങ് ഹൃദയസ്ഥമാക്കണം. നിന്റെ സകല ചിന്താകുലവും എന്റെ മേൽ നീട്ടുകൊള്ളുക. കാരണം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഭാരം ചുമന്ന് ഒഴിച്ചൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഭാരം ചുമക്കാനാ കാൽവരിയിൽ അവൻ ജീവത്യാഗം ചെയ്യപ്പെട്ടത്. അവൻ ഇന്ന് പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്നത് നമ്മുടെ ഭാരം ചുമക്കാൻ. അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, എന്റെ മേൽ നിന്റെ ഭാരം ഇട്ടുകൊള്ളുവീൻ. എന്നിട്ട് പറയുക, നിനക്ക് എത്ര ആയുസ്സുണ്ട് അത്രയും കാലം നിന്നെ പുറത്താം. രണ്ടാമത് പറയുക, ഒന്ന് നീ ഭാരം ദൈവത്തെങ്കിൽ ഇടണം. എന്നിട്ട് കണ്ടോ, നമ്മളെ മുറുകെ പറ്റി, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാ, മുറുകെ പറ്റുന്ന പാപമുണ്ട്. യൂദായോട് ചോദിച്ചു നോക്കിയാ യൂദാ പറയും. ഇന്ന് നരകത്തിൽ കിടന്നുകൊണ്ടാണേലും യൂദാ പറയും, എന്താണെന്നറിയോ? ആ പണസഞ്ചി വാങ്ങിക്കാൻ പോയതാ എന്റെ ഗതികേടായി തീർന്നത്. യൂദായ്ക്ക് പറയാൻ കഴിയും, ആ പണസഞ്ചി വാങ്ങിക്കാൻ പോയതാ എന്റെ ഗതികേടായി തീർന്നത്, ഞാൻ തൂങ്ങി മരിക്കാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാലും നമ്മൾ മറന്നു പോകരുത്. അവനെന്താ ഈ പണസഞ്ചി കൊണ്ട് നടന്നപ്പോൾ യേശു അറിയാതെ അല്ലെങ്കിൽ ശിഷ്യന്മാരറിയാതെ അവൻ പലപ്പോഴും അതിന് അടിച്ചു മാറ്റിട്ടുണ്ട്. ഒടുവില് അവരെ അടിച്ചു മാറ്റുവാൻ പ്രേരണ കൊടുക്കുന്നത് ആരാ? ആദിമ മാതാപിതാക്കളെ തെറ്റിച്ച ആ പൈശാചികൻ അവനിൽ കിടന്നത്. അവനെത്രയോ വട്ടം മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. ഞാനൊക്കെ ദൈവത്തിന് 1000 10,000 സ്തോത്രം ചെയ്യും. നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പാടി, സ്തോത്രം സ്തോത്രം കർത്താവേ, അനവധിയായി സ്തോത്രം നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചതിന് സ്തുതിസ്തോത്രങ്ങൾ അളവ് കൂടാതെ അർപ്പിക്കണമെന്ന് നമ്മളെ പിതാക്കന്മാർ പഠിപ്പിച്ചെങ്കിൽ നമ്മളിന്ന് ലുപ്തരായി തീർന്നിരിക്കുക. സ്തോത്രവും സ്തുതിയും പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞു. 1000 10,000 സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച, ആമേൻ, ദൈവസ്ഥ അർപ്പിച്ച പിതാക്കന്മാരുടെ മക്കളാണ് നമ്മള്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് എപ്പോഴും നന്ദിയും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നമുക്ക് മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ആ യൂദായുടെ ജീവിതത്തില് അവര് മാനസാന്തരപ്പെടുവാൻ അവസരം, നമുക്കും പലപ്പോഴും മാനസാന്തരപ്പെടാൻ അവസരം. അത് കഷ്ടതയിലൂടെ ദൈവം മാനസാന്തരം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്ത് കരയാറുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ച ഒരിക്കലും മാനസാന്തരപ്പെടുത്തില്ല. എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചാൽ ആരും ഒരിക്കലും മാനസാന്തരപ്പെടില്ല. അപ്പൊ നമുക്കറിയാം, കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയുളവാക്കും. അപ്പൊ നമുക്ക് കഷ്ടത തന്നിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിൽ ഒരു പ്രത്യാശ നൽകാനാ. ഈ കഷ്ടത സഹിപ്പാനുള്ള സിദ്ധതയെ നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. ആമേൻ. യൂദായുടെ ജീവിതത്തില് അവനോട് പറഞ്ഞു, നീ ചെയ്യാവുന്നത് ചെയ്യാം. അവന് മാനസാന്തരപ്പെടാമായിരുന്നില്ലേ? പക്ഷെ അവനെ പൈശാചികനിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഞാനൊന്ന് മദ്യപിക്കും, കുഴപ്പമൊന്നുമില്ല, അല്ലെ ഞാൻ എന്തെങ്കിലും ഒരു പാവം ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ആ കള്ളനെ പോലെ, ഏത് കള്ളനെ? വലതുഭാഗത്തെ കള്ളനെ പോലെ ഞാൻ ഒടുവില് ഏറ്റുപറയും, ഞാൻ രക്ഷപ്പെടും. വെറുതെ നീ വീട് മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഏറ്റുപറയാൻ അവസരം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അവൻ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ ലഭിച്ചവരുടെ കൂട്ടത്തിൽ നീ ആയിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. 3 പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, യൂദാ അമ്മേൻ എന്നിട്ടും പറഞ്ഞു, നീ എന്തിനാ വന്നേ? നിന്റെ സ്നേഹിതനെ ചുംബനം കൊണ്ടാണോ നീ കാണിച്ചു കൊടുക്കുന്നത്? നോക്കിയേ, എന്നാലും അവനെ രക്ഷപ്പെടാം. എന്നാലും അവനെ കൂടെ പറഞ്ഞു, നീ പൈസ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വെള്ളിക്കാശാ? 30 വെള്ളിക്കാശ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 20 വെള്ളിക്കാശ് യോസഫിന്റെ കേട്ടോ, നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. എന്നാൽ 30 വെള്ളിക്കാശ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വിശാഖ പറയാം, എടാ നീ 30 വെള്ളിക്കാശ് വാങ്ങിച്ചു വെച്ചിട്ടില്ലയോ? അപ്പൊ അതിലേക്ക് അവന്റെ ശ്രദ്ധ വന്നു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര അനുതാപം ഉണ്ടായി. അങ്ങനെയാ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഭയങ്കര അനുതാപം. ന്യൂ ഇയറിന് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ ഭയങ്കര അനുതാപം.
ന്യൂ ഇയർ വരുമ്പോ പിന്നെ അനുതാപമില്ല, അതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർത്ത് കൊടുക്കും. സ്തോത്രം. അപ്പൊ നോക്കിയേ, എന്ന് പറയുന്ന പോലെ യൂദയ്ക്ക് അനുതാപം വന്നു. അവരെന്ത് ചെയ്തറിയാമോ? അവര് ഇപ്പൊ ഏറ്റവും വലിയ ആളുകൾ പുരോഹിതന്മാരാണ്. ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു കഴിഞ്ഞു, അവർക്കൊരു കുഴപ്പമില്ല. അവര് ദേവാലയത്തിലുണ്ട്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവര് പറഞ്ഞൊരു വീട് വേണമെന്ന് ഞങ്ങറിയോ? ഞങ്ങൾക്ക് എന്താ? നീ ചെയ്ത പറ്റത്തിന് നീ അനുഭവിക്കും. അതുകൊണ്ട് തെക്കേടത്തിന് അവൻ നക്സൽ സ്റ്റീവനോട് പറഞ്ഞത്, അവൻ എന്റെ കർത്താവ് നിനക്കൊന്ന് ദോഷം ചെയ്തു. ഒറ്റ വേടില്ല ആ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞ ചിലര് മാനസാന്തരപ്പെടുന്ന ഞാൻ പണ്ട് നടന്നൊരു സംഭവം പറയും. ഒരു മരണവീട്, ആ മരണവീട്ടില് ഏതാണ്ടൊരു 24 വർഷം മുമ്പ്, അന്നെനിക്ക് പ്രസംഗിക്കാനൊന്നും വലുതായിട്ടൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല, ഇപ്പോഴും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്തെങ്കിലും പറയാൻ അറിയാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് വേദോസം പറഞ്ഞിരിക്കുന്നത്. അതല്ലേ അമ്മച്ചി? അതല്ലേ പറഞ്ഞേ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഞാൻ മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനന്ന് ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് ഇടയായി. ആമേൻ. ഈ മാതാവിനെ സംബന്ധിച്ച് നമ്മളെ ബുദ്ധിമുട്ടുകൾ, നമ്മളെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മാതാവിന്റെ ആത്മാവ് സ്വർഗീയ, അതവിടെ നമ്മൾ എന്താ പറഞ്ഞ പർദീസ എനിക്കായി നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുക. ആ പർദീസ തുറന്നിട്ടുണ്ട്. ആ പർദീസയിലേക്ക് മാതാവിന്റെ ആത്മാവ് പോയിട്ടുണ്ട്. പക്ഷെ നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് ആ പർദീസയിലേക്ക് പോകുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരി തന്നെ മധ്യ ഇരുന്ന് കരഞ്ഞു, നിലവിളിച്ചു. ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴേ അവർ ഓടിപ്പോയി അവരുടെ വീട്ടിലിരുന്ന് അവരെ ഒരു ഷീറ്റിൽ കൊണ്ട് വലിച്ചിട്ടിട്ട് അവർ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സഹോദരി പിന്നീട് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിലായി തീർന്നു. അവർ കൂട്ടായ്മകളിലും പ്രാർത്ഥനകളിലും ദേവാലയങ്ങളിലും ശുശ്രൂഷകളിലും അവർ നിർബന്ധമായി സംബന്ധിച്ചുകൊണ്ടിരുന്നു. നോക്കി, ഒരൊറ്റ വേട അത് ആർക്ക് പ്രേരണപ്പെടുന്നുവെന്ന് നമുക്കറിയില്ല, അത് ദൈവം നോക്കിക്കുള്ളൂ. അന്ന് സഹോദരി അവിടെ വന്നിരിക്കുവാൻ ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം വന്നേ മതിയാവുള്ളൂ, അയൽവക്കവാ. അപ്പൊ അവര് വന്നിരുന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. നീ ആ സ്വർഗീയ പർദീസയെ ചെല്ലുമോ എന്നുള്ള ആ ഒരൊറ്റ ചോദ്യം അവരെ രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്കായി ഒരു സ്വർഗീയ പർദീസ തുറന്നു വെച്ചിരിക്കുക. എന്നിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് മരിക്കുന്ന ആൾക്ക് വേണ്ടി അവരുടെ ആത്മാവിനെ സ്വീകരിക്കുക. ദൈവത്തിന്റെ താഴ്മ വിനയം ഇല്ലേ? അവന്റെ വിനയത്തെ കാണിക്കുന്നത് അവൻ കഴുതപ്പുറത്താ കയറിയത്. അവൻ രാജാക്കന്മാർ കുതിരപ്പുറത്ത് കയറുമ്പോൾ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു, ഞങ്ങളുടെ രാജാവ് കുതിരപ്പുറത്ത് കയറി യെരൂശലേമിൽ വന്ന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി ഞങ്ങൾക്ക് ഈ റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ എന്റെ കർത്താവ് അന്ന് വന്നത് കഴുതപ്പുറത്താ. അത് നമ്മളെ താഴ്മയും വിനയമുള്ളവനായി കാണിക്കാനാ. എന്നാൽ എന്റെ കർത്താവ് ഇനിയും അവനൊരു വരവുണ്ട്. അതേ 1000 വർഷത്തെ ഭരണമുണ്ട്. അതവൻ രാജാവായി ദാവീദിന്റെ ആ ഗോത്രത്തിൽ അവൻ പിറന്ന് ഒരു രാജാവായി ഭൂമിയെ വാഴുമെന്നുള്ള ഒരു വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രാജാക്കന്മാരായി തീർന്നിടും അല്ലെ? അങ്ങനെയാ പാട്ടുകാരൻ പാടിയത്. പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് നമ്മളൊക്കെ രാജാക്കന്മാരായി തീരും. അതുകൊണ്ട് രണ്ടാമതായി പർദീസയിലേക്കുള്ള വാതിൽ അവൻ തുറന്നു തന്നു. മറന്നു പോകുന്നത് ഒന്നെന്താ പറഞ്ഞേ? അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ തുറന്നു അല്ലെ? രണ്ടാമത് പർദീസയിലെ കൃപാസനം തുറന്നിട്ട് യേശുവിരിക്കുക. ആരുണ്ട്? എന്റെ മരണത്തിൽ വിശ്വസിക്കുന്നവർ, എന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർ, എന്റെ സ്വർഗാരോഹണത്തിൽ വിശ്വസിക്കുന്നവർ, അവരെ ചേർക്കാൻ അമേൻ എന്റെ കർത്താവ് കൃപാസനത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാൻ കൃപാസനത്തിൽ ഇരിക്കുകയാണ്. ഏത് സമയവും കടത്തിയില്ല എന്ന് നമ്മൾ കേട്ടത്. രണ്ടാമത് നമുക്കായി ഒരു പർദീസ തുറന്നു തന്നിരിക്കുക, ഏതൻ പർദീസ. മൂന്നാമതായി എബ്രായലേഖനം 2:14 നമ്മൾ കാണുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിൽ അവൻ എല്ലാവർക്കായി തുറന്നു കൊടുത്തു. എബ്രായലേഖനം 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് നോക്കിയേ, വേദപുസ്തകത്തിലെ തെളിവുകളൊക്കെ നോക്കിയേ. യേശു കർത്താവും അവനും അവരെ പോലെ നമ്മളെ ഓരോരുത്തരെയും പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ. അവൻ നോക്കിയോടെ സണ്ണിയോട് അവന്റെ അമ്മ പറഞ്ഞു, എന്താ പറഞ്ഞേ?
എടാ നീ മരിച്ചവനാ, നീ എന്തായാലും ചെയ്യ എന്നും പറഞ്ഞങ്ങ് പോയി. പക്ഷെ നീ ഇറങ്ങി വന്ന് നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നീ ജീവിച്ച് ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വന്ന് നീ ഒരു ദൈവത്തിലായി ജീവിക്കാൻ പറഞ്ഞു. നോക്കി, ആ ഒരു വേണം എനിക്ക് വലിയ അത് അന്ന് വലിയ ചിരിയോടുകൂടി ആളുകൾ സ്വീകരിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നതെന്നറിയോ? അവനെ മരിക്കാൻ പോയി, ആരും വരെ മരിക്കാൻ പോയി, ഒരാളുകളെല്ലാം കൂടി ഒടുവിൽ അവസാനം എന്താ സംഭവിച്ചത്? ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ പറഞ്ഞ വാക്ക് അവൻ ഓർത്തു. എന്താ? ഞാൻ മരിച്ചവനാ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കണമെങ്കിൽ എന്റെ ഹൃദയവാതിക്കൽ വന്നുമുട്ടുന്ന ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അവനങ്ങനെ ദൈവവേദനായി തീർന്നു. അമേൻ. നോക്കിയേ, അവൻ യൂദയ്ക്ക് അത് സാധിച്ചില്ല. അവൻ അങ്ങനെ പലർക്കും സാധിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്ര വലിയ അടക്കം കിട്ടിയാലും നിന്റെ ജീവിതത്തിന്റെ ആദ്യം നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നില്ലെങ്കിൽ ആ ഒടുക്കം അത് നാശത്തിലേക്ക് മാത്രമായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പോലെ ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ എന്നിട്ട് പറയുക, നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനായി അവരെ പോലെ ജനങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. എല്ലാ മനുഷ്യരും മരണത്തെ ഭയപ്പെടും. ചുമ്മാ പറയാം മരണത്തെ ഭയമില്ല. ഈ അവിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും മരണത്തെ ഭയമുണ്ട്. വിശ്വാസിക്ക് മരണത്തെ ഭയമില്ല. ഉണ്ടെങ്കിൽ ഇത്രമാത്രം ആളുകൾ രക്തസാക്ഷികളായി തീരും? ഒരിക്കലുമില്ല. അവർക്കറിയാം, ഞങ്ങൾക്ക് ഇതിനപ്പുറം ഒരു സ്വർഗീയ പർദീസ തുറന്നു വെച്ച് ഞങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരു കർത്താവ് കാത്തിരിപ്പുണ്ടെന്ന് അവർക്കറിയാം. അവ എല്ലാ മനുഷ്യർക്കും മരണഭീതിയിലായിരുന്നു. ആ മരണഭീതിയിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ തക്കവണ്ണം കർത്താവ് ആമേൻ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ അവതരിച്ചു. എന്താ നമുക്ക് വേണ്ടിയത്? ആ വിശ്വാസമാണ് നമ്മളെ സ്വർഗീയ പർദീസയിൽ എത്തിക്കുന്നത്. ഇവിടെ എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്യം വായിച്ചേ. മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശുദ്ധ മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിലവൻ തുറന്നു. അന്ന് വരെ സ്വർഗീയ പർദീസ തുറക്കപ്പെട്ടിരുന്നില്ല. കള്ളനോടുകൂടെ കടന്നു ചെല്ലുമ്പോഴാ സ്വർഗീയ പർദീസ തുറക്കപ്പെട്ടത്. സങ്കീർത്തനത്തിൽ പറയുന്നു, മാതൃകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ. അന്ന് അടയ്ക്കപ്പെട്ടത് ഏദൻ പർദീസ അടയ്ക്കപ്പെട്ടതാ. ഒരു മനുഷ്യനും കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിന്റെ മരണനിമിത്തം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അവൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവനോടുകൂടെ സ്വർഗീയ ദൂതന്മാർ ആ സ്വർഗീയ പർദീസ തുറന്ന് അവനെ കള്ളനും പഴയ വിശ്വാസികൾക്കായിട്ട് ആ സ്വർഗീയ പർദീസ തുറന്നു കൊടുത്തു. എന്നിട്ട് യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് അവിടെ ഘോഷനായിരിക്കുക. ഇനി എത്ര കാലമെന്നറിയില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയായിരിക്കാം ആ കാലം മുഴങ്ങും, ഒരുപക്ഷെ നാളെ പകലായിരിക്കാം, അല്ലെ അടുത്ത വർഷമായിരിക്കാം. ആ കാലം മുഴങ്ങുമ്പോൾ ഞാനും എന്റെ കർത്താവിനോടുകൂടെ ചേരുമെന്നുള്ള ആ വലിയ വിശ്വാസം, ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നതിനായി നമുക്കൊരു സ്തോത്രം പറയാം. അതിന്റെ 1:18 വരുമ്പോൾ അവൻ പിശാചിനെ ജയിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിൽ തുറന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ഫിലിപ്പിയർ 1:21 വരുമ്പോൾ ഫിലിപ്പിയർ 1:21 മരണം നമുക്ക് ലാഭമായി തീർന്നെന്ന് പറയുക. അയ്യോ സ്വതന്ത്രം വായിച്ചു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അവിടെ 1:21 വരുമ്പോൾ നമ്മൾ കാണുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. അപ്പൊ നോക്കിയേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ലാഭമാണ്. അയ്യോ എന്നാ കാര്യം? ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ കർത്താവോട് നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കും. അപ്പൊ പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ആ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസിക്ക്, എന്നാൽ അവിശ്വാസിക്ക് മരണത്തെ ഭയപ്പെടണം. അവന് വേണ്ടി അവന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു നിത്യനരകമുണ്ട്.
അവിടുന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ മരണത്തെ ദൈവത്തിന് സ്തോത്രം. അവൻ മരണത്തെ ഭയപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി തീരണം. ആമേൻ. നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, കർത്തന്നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു. അവിടെ പാട്ടുകാരൻ പാടുകയാണ്, നീ കർത്തനാണ്, നീ കർത്തനാണ്, നീ മരണത്തെ, നമ്മളിവിടെ വായിച്ചതുപോലെ അവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് എല്ലാ മുട്ടും, എല്ലാ നാവും നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി നിന്നെ പുകഴ്ത്തുന്നൊരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു മാത്രം കർത്താവെന്ന് പറയാൻ നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചത് എന്തൊരു ഭാഗ്യമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്ട് അപ്പൊ ഒന്ന് ഞാനിവിടെ ഓർമ്മിച്ചു, ആമേൻ. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ അതേത് സമയവും ഏത് മനുഷ്യൻ ഏതൊരു ഭാവിക്കും കടന്നു ചെല്ലുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് കൃപാസനം തുറന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക. 2 പർദീസയിലേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക. 3 മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിൽ തുറന്നിട്ടിരിക്കുക. 4 ലൂക്കോസിന്റെ സുവിശേഷം 24-25 വാക്യം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയത് കൊണ്ട് സ്വർഗത്തിന്റെ വാതിലും നമുക്കായി തുറന്നു തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം ലൂക്കോസ് 24-25. മൈക്കെടുത്ത് വായിച്ചാൽ മൈക്കെടുത്ത് വായിക്കുക. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാതെ. നിർത്തി വായിക്കണേ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പറയുകയാ, അവരോട് പറയുകയാ, അവൻ ശിഷ്യന്മാരോട് പറയുകയാ, അവൻ അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. വിശ്വസിക്കാതെ അവർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ടവര്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയത് കൊണ്ട് അവൻ ഒരിക്കൽ സ്വർഗത്തിന്റെ വാതില് നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഇപ്പൊ നമുക്ക് തുറക്കപ്പെടുന്നത് സ്വർഗീയ വാതില. പഴയ നിയമ സ്വർഗപ്രതീക്ഷയുടെ വാതില. ആമേൻ. പഴയ നിയമ ഭക്തന്മാർ എല്ലാവരും സ്വർഗീയ പ്രതീക്ഷയിൽ വിശ്രമിക്കും. എവിടെയായി സ്ഥലം എന്നറിയാമോ? സ്വർഗത്തോട് ചേർന്നൊരു സ്ഥലം, സ്വർഗീയ പ്രതീക്ഷ. അവിടെ പറയുന്നു, ആമേൻ. വൈദ്യനായ ലൂക്കോസ് പറയുക, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയത് കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. ഇനിയും ആ വാതിൽ എല്ലാവർക്കുമായി തുറക്കുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴെന്നറിയാമോ? കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാനതോടിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. ഇന്ന് തുറന്നു വെച്ചിരിക്കുക എങ്കിൽ പോലും ക്രിസ്തു അവിടെ ഉള്ളത് കൊണ്ട് തുറന്നു വെച്ചിരിക്കുകയാണെങ്കിലും അന്ന് മരിച്ചുപോയ സ്വർഗീയ പർദീസയിൽ വിശ്രമിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടിയും ആമേൻ ആ വാതിൽ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അത് നമ്മുടെ കർത്താവിനോടുകൂടെ അസ്വർഗീയ വാതിൽ തുറന്ന് പിതാവിന്റെ അടുക്കൽ ചെല്ലുന്ന ഒരു കാലം അനധിവിദൂരമായ ഭാവിയിൽ സംഭവിക്കാൻ പോയി. ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കുമോ? പ്രസംഗം ശരിയായില്ലെന്ന് പറയുമോ? ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. മറ്റുള്ളവരെ വിമർശിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആമേൻ. നമുക്ക് അതിന് കഴിയില്ല നമ്മുടെ ആദരം കൊണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ ആ സ്വർഗത്തിലേക്കുള്ള വാതില് തുറക്കുന്ന ദിവസം ഞാനും കാണും. നമ്മൾ പറയണം, ഞാനും കാണും എന്റെ യേശുവിനോട് കൂടെ. നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ മരിച്ചു പോയവർ കണ്ണടച്ച് തുറക്കാൻ രൂപാന്തരപ്പെടുകയും ഇപ്പോഴത് സംഭവിക്കുന്നെങ്കിലും ഉറപ്പുണ്ടോ? 1-2 സ്തോത്രമേ കേട്ടുള്ളൂ. ഉറപ്പുണ്ടോ? മരിച്ചുപോയ വിശുദ്ധന്മാർ പേർക്കും അത് ഉറപ്പാ. കരങ്ങൾ വരുത്തി ഉറപ്പുണ്ടോ? മരിച്ചുപോയ വിശുദ്ധന്മാർ പേർക്കും ഉറപ്പാ.
ഇപ്പോഴാണ് സംഭവിക്കുന്നെങ്കിൽ ലോകത്തിൽ ജീവനോടിരിക്കുന്ന വിശ്വാസികളും രൂപാന്തരപ്പെട്ട് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ആമേൻ 10,000 സുന്ദരനും ആമേൻ കോമള രൂപനുമായ ആമേൻ നമ്മുടെ ദൈവത്തെ മുഖാമുഖമായി നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ സൗന്ദര്യം നമുക്കൊന്ന് കാണാൻ കഴിയും. അവൻ 10,000 സുന്ദരനാ, അതിൽ വെണ്മയും ചുവപ്പുള്ളവനാ. അവനെ എതിരേൽക്കുവാൻ കൊതിയോടെ ആണെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി അറിയാം. സ്വതന്ത്രം സ്വതന്ത്രം. ഞാൻ അവിടെ മുഖത്ത് നോക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കും. ഹല്ലേലൂയ. എന്റെ പ്രത്യാശ ഇന്നല്ലെങ്കിൽ നാളെ 30 വർഷക്കാലം ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ കോവിഡിന് ശേഷം ഈ മീഡിയയിലൂടെ വചനം പറയുവാൻ എനിക്ക് പ്രത്യാശ തന്നത് എന്റെ യേശു വരുമ്പോൾ ഞാനും അവിടെ കാണുമെന്നുള്ള പ്രത്യാശ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ടിന്റെ ഇരടികള് ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാം. ആത്മസന്തോഷം കൊണ്ടാണ് എല്ലാവരും എഴുന്നേറ്റു. നമ്മൾ വായിച്ചു മനസ്സാന്തരപ്പെടുക. ഒന്നാമത്തെ അവസ്ഥ, ഒരു വ്യക്തി പൂർണ്ണമായി മനസ്സാന്തരപ്പെടുക, ക്രിസ്തുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവനോടും കൂടി എത്താനും കഴിയും. ഇത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യവും ഇന്ന് നേരായി നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ച കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നമ്മൾ കേട്ടുവാനിടയായി. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ അവൻ തുറന്നു തന്നിരിക്കുകയാണ്. ഏത് സമയം ഏതൊരു പാപിക്കും കർത്താവിട്ടിരിക്കുന്ന കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, പാപം ഉപേക്ഷിച്ച് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ ആ അതിവിശുദ്ധ സ്ഥലം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. അത് പഴയ നിയമ ഭക്തന്മാർക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള പാപമാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 365 ദിവസവും പാപികളുടെ അവരേറ്റുപറഞ്ഞ് അപേക്ഷിക്കുമ്പോൾ അവർക്ക് പാപമോചനം ലഭിച്ചുകൊണ്ടിരിക്കുക. അത് അവന്റെ രക്തത്താല് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ട് കഴുകി അമേൻ നമുക്ക് പാപമോചനം ലഭിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു അമേൻ പരദീസയിലേക്കുള്ള വാതിൽ. പഴയ ഭക്തന്മാരെല്ലാവരും അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്നത് അമേൻ ഇന്നത്തെ സ്വർഗീയ പരദീസയിലാണ്. ദൈവത്തിന് സ്വതന്ത്രവാതിൽ തുറന്ന് വെച്ചിരിക്കുക. എന്നാൽ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിൽ അവൻ എന്നേക്കുമായി നമുക്കായിട്ട് തുറന്നു തന്നു. ഹല്ലേലൂയ. നാലാമതായിട്ട് സ്വർഗത്തിന്റെ വാതിൽ അവൻ തുറന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതിവത്സരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാനിടയായത്. കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് വേണ്ട ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം
നീ ഞങ്ങളെ ഒരുക്കിയതോർത്ത് സ്തോത്രം. ദൈവമേ, ഈ ശുശ്രൂഷയിലൂടെ ആരെങ്കിലും ഇന്ന് വരെ യഥാർത്ഥമായി ദൈവ സംബന്ധമായി ദൈവ സ്നേഹത്തിലായി തീർന്നിട്ടില്ലെങ്കിൽ പാപം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗ്ഗവിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടികളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭാഗ്യപദവി തന്ന് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ ഇന്ന് കേട്ട വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് ആഹ്വാനം നൽകിയതോർത്ത് സ്തോത്രം. ഞങ്ങളെല്ലാവരും അന്ന് ഒരുമിച്ച് അന്ന് കർത്താവിനെ എതിരേൽക്കുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ തേജസ്സുള്ള ശരീരത്തിൽ പരസ്പരം കാണുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ സ്നേഹമേഖലാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ച് വളർന്ന പരിശുദ്ധമായ സമ്മത സഹവാസം വിശേഷായത് വചനം കേട്ട എല്ലാവരോടും വീണ്ടും അടുത്ത ആഴ്ചകൾ കൂടി വരുവരോടും ഇന്നും നാളെ ഉണ്ടാകുമാറാകണമേ. ആമേൻ.